സോ ഇനി നമുക്ക് പറയേണ്ടത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിനെന്നാ കിടക്കുന്ന മ്യൂച്വൽ ഇൻഡക്ഷന് മലയാളത്തിൽ എന്നാ കിടക്കുന്ന അവിടെ? മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ പഠിക്കാനൊന്നും ഇല്ലല്ലേ. ഇതെന്ന് പറഞ്ഞാല് മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ എന്നാ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, രണ്ടുപേര് തമ്മിലുള്ള അല്ലേ, പരസ്പരം എന്ന് ഞാൻ മലയാളത്തിൽ വ്യക്തമായിട്ട് പറയും. പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ, വൈദ്യുത കാന്തിക പ്രേരണം അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ whenever there is a change in magnetic flux or magnetic field an induced EMF is formed. എപ്പോഴാണ് ഒരു കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം സംഭവിക്കുന്നത് അപ്പോൾ ഒരു പ്രേരിത കറണ്ട് അല്ലെങ്കിൽ പ്രേരിത EMF ഉണ്ടാകും. അതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയും. ഇത് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ജനറേറ്റർ പഠിച്ചു. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കയ്യിൽ ഒരു സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പിൻ്റെ ഒരു കോർ, ഒരു പച്ചിരുമ്പ് കോർ എടുക്കണം നമ്മൾ ആദ്യം. സിലിണ്ടർ ഷേപ്പിന്റെ അപ്പുറം ഇപ്പുറം ഞാൻ വരച്ചതേ ഉള്ളൂ കേട്ടോ. പച്ചിരുമ്പ് കോറിലേക്ക് നമ്മളൊരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ, നമ്മൾ മുമ്പേ ഒക്കെ പറഞ്ഞ പോലെ ഉള്ള ഒരു കോപ്പർ വയർ കയറിട്ട് ഇങ്ങനെ അടിയോട് ചുറ്റിയെടുത്ത് അതായത് വളരെ കൂടുതൽ നമ്പർ വേണം, ഒരു 500 ആയിക്കോട്ടെ. കുറേ നമ്പർ ഓഫ് ടേൺസ് കോപ്പർ വയറിന്റെ, ഇൻസുലേറ്റഡ് ആയ കോപ്പർ വയറിന്റെ ടേൺസ് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു ബാറ്ററി കൊടുത്തു. ഇവിടെ വന്നിട്ട് അതിലേക്കൊരു സ്വിച്ചോടെ കൊടുത്തു. കണ്ടോ, ഇതെന്നതാണ്? ബാറ്ററി. ബാറ്ററിയിലെ കറണ്ട് AC ആണോ DC ആണോ? ഇപ്പം 1.3 ആയിരുന്നു ബാറ്ററിയുടെ വോൾട്ടെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ ഗ്രാഫ് വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയായിരുന്നു. ബാറ്ററിയുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? 1.3 ആണെങ്കിൽ 1.3യിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം, അല്ലെ 1.5 ആണ് അതിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, 2 ആണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് ഗ്രാഫ്. ഒരു ബാറ്ററി എന്ന് പറയുന്നത് എപ്പോഴും ഒരു DC സോഴ്സ്, DC എന്ന് പറഞ്ഞാൽ നേർധാര വൈദ്യുതി ഓർ ഡയറക്റ്റ് കറന്റ് ബാറ്ററി. നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം കേട്ടിരുന്നാൽ പിന്നെ ഒരിക്കലും മറന്നുപോകില്ല. അപ്പൊ ഇതൊരു DC സോഴ്സ് ആണ്. അപ്പം സ്വിച്ച് ഇട്ടാൽ എന്നാ പറ്റും? ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകും അല്ലേ? എല്ലാ കമ്പിച്ചുരുളിലോടും കയറി ഇറങ്ങി ആട്ടോ വന്നെ, കയറി ഇറങ്ങി അറ്റത്തോടെ ഇങ്ങനെ വന്ന് ഇവിടെ തിരിച്ചു വരും. അപ്പൊ നമുക്കറിയാം ഈ കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കമ്പിച്ചുരുളിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് ഇൻ ദി സർക്കുലർ കോയിൽ ഓഫ് ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അതായത് ഒരു ചാലകം, ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് കവചചാലകം അങ്ങനെയല്ലേ പറയുന്നത്, ഒരു കവചചാലകം ഒരു സോഫ്റ്റ് അയണെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ് അയണിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ, സോഫ്റ്റ് അയണിലൂടെ ഒരു കറണ്ട് ഈ കമ്പിച്ചുരുളിലൂടെ കടന്നു പോകുമ്പം അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ഇത്ര ഓർത്തിരിക്കുക, അതിന് ചുറ്റും എന്തുണ്ടായി? ഒരു കാന്തിക മണ്ഡലം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ കറണ്ട് കയറുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിനെ സൗത്ത് പോൾ എന്ന് വിളിക്കാം. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിനെ നോർത്ത് പോൾ എന്ന് വിളിക്കാം.
എങ്ങനെയാണെങ്കിലും ഒരു വശത്ത് ഒരു പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇതിന് ചുറ്റും ഉണ്ടാകും. ഒന്നും പുസ്തകത്തെ വരച്ചിട്ടില്ല, അതാ ഞാൻ പറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കുന്നു. നമുക്കറിയാം ഇതിന് അപ്പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കിടക്കുക. ഇനി അപ്പൊ ഞാൻ സ്വിച്ച് ഇട്ടു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. സ്വിച്ച് കെടുത്തി, വീണ്ടും സ്വിച്ച് ഇട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം എപ്പോഴും ഇത് മാറ്റിക്കൊണ്ടിരിക്കണം, നല്ല വെനവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, നല്ല മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. സ്വിച്ച് ഇട്ടാൽ കറണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോയിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കുറഞ്ഞു. അപ്പം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ ഞാൻ ആദ്യം, അതായത് ബാറ്ററി കൊടുത്ത് കറണ്ട് കൊടുക്കുന്ന കോയിലിനെ ഞാൻ വിളിച്ച പേര് പ്രൈമറി കോയിൽ. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് തന്നെ മറ്റൊരു കോയിൽ കൊടുത്തു നോക്കുക. അതിന് ഞാൻ സെക്കൻഡറി കോയിൽ എന്ന് വിളിച്ചു. അതിന്റെ അറ്റത്ത് ഞാനൊരു ബൾബ് കൊടുത്തു. ബൾബ് കേട്ടോ. അപ്പൊ എന്നാ പറ്റി? ആദ്യം DC ബാറ്ററി വരുന്ന സർക്യൂട്ട് ഓൺ ചെയ്തു. സർക്യൂട്ട് ഓൺ ചെയ്തപ്പം സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് വന്ന്, കറണ്ട് ഒഴുകി. അപ്പൊ അതിന് ചുറ്റും എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഇനി അത്രയും പ്രൈമറി കോയിലിന്റെ കാര്യങ്ങളാണ്. ആ പ്രൈമറി കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ സെക്കൻഡറി കോയിലിനെ വെക്കണം. ഇപ്പൊ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സർക്കുലർ ലൂപ്പാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ് ഓണും ഓഫും ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡിന് വ്യതിയാനം ഉണ്ടാക്കുക. വെനെവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ DC കറണ്ട് ആണ്, വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺ ചെയ്യുക, വീണ്ടും ഓഫ് ചെയ്യുക, വീണ്ടും ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, മാറി മാറി ചെയ്യുമ്പം ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒന്ന് വ്യത്യാസം ഉണ്ടാകുകയും സെക്കൻഡറി കോയിലില് ഒരു പ്രേരിത EMF ഉണ്ടാകുകയും ചെയ്യും. സെക്കൻഡറി കോയിൽ എപ്സിലോൺ എഴുതാറുണ്ട് കേട്ടോ, പ്രേരിത EMF. ഇവിടെ ഉപയോഗിക്കാറുണ്ടോ എന്ന് ഞാൻ, ഒരു പ്രേരിത EMF എപ്സിലോൺ, അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടായി. ആ കറണ്ട് മൂലം നമ്മളുടെ ബൾബ് തെളിയും. ബൾബ് ഗ്ലോൺ ഓർ ഓൺ ഓർ ഗ്ലോ എന്ന് എഴുതിയാൽ തെളിയും. ഇത്രയും നടക്കുന്നത് സെക്കൻഡറി കോയിലില്ല കേട്ടോ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാറ്ററി കൊടുക്കുന്ന കോയിലല്ല ബൾബ് തെളിയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ബാറ്ററി കൊടുത്ത് അതുമൂലം അടുത്ത കോയിലിൽ ഇരുന്നവനെ തെളിയിച്ചു. അതുകൊണ്ടാണ് അതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് കോയിൽ വേണം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി കോയിൽ ഒരു DC ബാറ്ററിയും ഒരു സ്വിച്ചും വേണം. സ്വിച്ച് ഇടുമ്പം കറണ്ട് കടന്നു പോകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സ്വിച്ച് കെടുത്തുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെടും. വീണ്ടും സ്വിച്ച് ഇടുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ചെയ്തുകൊണ്ടിരിക്കണം. സ്വിച്ച് തുടർച്ചയായിട്ട് ഓൺ ആൻഡ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എന്നാ പറ്റുള്ളൂ? എ കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ്. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് തുടർച്ചയായ വ്യത്യാസം ഉണ്ടായി അവിടെ എന്തുണ്ടാകും? ഒരു പ്രേരിത EMF അല്ലെ പ്രേരിത കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് കയറ്റി എടുക്കാൻ വേണ്ടി, ആ കറണ്ട് എടുക്കാൻ വേണ്ടി ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് തന്നെ നമ്മൾ ആരെ വെക്കണം? സെക്കൻഡറി കോയിലിനാണ്. അപ്പൊ സെക്കൻഡറി കോയിൽ ഒരു ബൾബ് ഉണ്ടെങ്കിൽ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF മൂലം ബൾബ് പ്രകാശിക്കും. ഇൻഡ്യൂസ്ഡ് EMF ഓർ കറണ്ട് മൂലം സെക്കൻഡറി കോയിലിലെ ബൾബ് തെളിയും. ആക്ച്വലി ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും രണ്ട് കമ്പിച്ചുരുകൾ വെക്കുന്നു. ആദ്യത്തെ കമ്പിച്ചുരുളിൽ ഒരു ബാറ്ററി കൊടുത്തിട്ട് സ്വിച്ച് ഓണും ഓഫും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ഒഴുകുന്ന കറണ്ടിന് വ്യത്യാസം വരുള്ളൂ. അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എപ്പോഴും വ്യത്യാസം വരികയുള്ളൂ.
അങ്ങനെ വ്യത്യാസം വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വേണം ഒരു സെക്കൻഡറി കോയിലിനെ വെക്കാൻ. അപ്പോൾ ഒരു സെക്കൻഡറി കോയിൽ ആ വ്യത്യാസം വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ആ സെക്കൻഡറി കോയിലിൽ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഉണ്ടാകുകയും അതുമൂലം ഒരു പ്രേരിത EMF ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ അതുമൂലം ആ പ്രേരിത കറണ്ട് അല്ലെ പ്രേരിത EMF മൂലം നമ്മളുടെ ബൾബ് പ്രകാശിക്കും. അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് ചോദ്യം ഞാൻ പറയാം. ഇത് എപ്പോഴും തെളിച്ചിട്ടാല് കണ്ടിന്യൂസ് ആയ ഓൺ കണ്ടീഷൻ ആണെങ്കിൽ പ്രേരിത EMF അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുമോ? ആൻസർ പറഞ്ഞേ. കണ്ടിന്യൂസ് ആയി ഓൺ ചെയ്ത് മാത്രം ഇടുവാണ്, ഓൺലി ഓൺ കണ്ടീഷൻ. ഓൺ കണ്ടീഷൻ മാത്രമാണെങ്കിൽ ബൾബ് തെളിയില്ല. എന്നാ വേണം? whenever there is a change in magnetic flux. ഓൺ ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ അതിന് ചുറ്റും എപ്പോഴും തരൂ. അപ്പൊ ഒള്ളി ഓൺ അല്ലെങ്കിൽ ഒള്ളി ഓഫ് കണ്ടീഷൻ ചോദിച്ചാൽ കിട്ടില്ല. എന്നാ ചെയ്യണം? സ്വിച്ച് അൾട്ടർനേറ്റ് ഒന്നിടവിട്ട് ഓണും ഓഫും ആക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ്ലി നമ്മൾ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, രണ്ടാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത് DC അല്ലേ? DCക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ഒരു AC സോഴ്സ് ഉപയോഗിച്ചാൽ. ഇങ്ങനെയാണ് നമ്മൾ AC സോഴ്സിനെ വരയ്ക്കുന്നത്. ഓർക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചതാണ് AC കറണ്ടിന്റെ കാര്യം. AC കറണ്ട് വരച്ചപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ വരച്ചതാണ്. AC കറണ്ട് ആയിരുന്നപ്പം എങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? AC കറണ്ട് ഇതിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതിനെന്തുണ്ട്? ഒന്നിടവിട്ട് കറണ്ട് മാറുമല്ലേ? ആദ്യം ഒരു പോസിറ്റീവ് സൈക്കിള്, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ തിരിഞ്ഞുണ്ടാവും. വീണ്ടും പോസിറ്റീവ് സൈക്കിള്, വീണ്ടും നെഗറ്റീവ് സൈക്കിള്, വീണ്ടും പോസിറ്റീവ് സൈക്കിള്, വീണ്ടും നെഗറ്റീവ്. അപ്പം DCക്ക് പകരം ഇവിടെ AC ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓണും ഓഫും ചെയ്യണ്ട. കാരണം AC-യിൽ തന്നെ ഒന്നിടവിട്ട് പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫുമാണ്. ഇപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനും വ്യത്യാസം ഉണ്ടായിക്കോളും. In AC, by using AC current, the direction of current is varied. കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരുന്ന അതിനെ പറ്റും എപ്പോഴും എന്തുണ്ടാകും? പ്രേരിത EMF അല്ലെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിക്കൊണ്ടിരുന്ന ബൾബ് തെളിഞ്ഞു കിടക്കും. അപ്പൊ ഒന്ന് ഓർക്കുക, DC ആണെങ്കിൽ മാത്രം മതി ബൾബിനെ ഓണും ഓഫും ചെയ്യുന്നത്. ഓക്കെ, DC ആണെങ്കിൽ മാത്രം. ഈ കോളം. AC ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇതിനെ ഓൺ ആക്കി ഇട്ടാൽ മാത്രം മതി. പുള്ളി ഓൺ കണ്ടീഷൻ മാത്രം മതി. ഓക്കെ, അത് രണ്ടും കൃത്യമായിട്ടൊന്ന് ഓർത്തുന്നത്. DC ആകുമ്പം നമുക്ക് ഓണും ഓഫും ചെയ്യണം കറണ്ടിന്റെ ഡയറക്ഷൻ മാറാൻ. AC ആണെങ്കിൽ ഓൺ ആക്കി ഇട്ടാൽ മാത്രം മതി, ഡയറക്ഷൻ മാറും. കറണ്ട് ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് പ്രൈമറി കമ്പിച്ചുരുളിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസമുണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ സെക്കൻഡറി കമ്പിച്ചുരുളിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഒരു പ്രേരിത EMF ഉണ്ടാകും. ഓക്കെ, അതൊരു പച്ചിരുമ്പ് കോർ എടുക്കുക. ആ പച്ചിരുമ്പ് കോറിന് ചുറ്റും ഒരു കവചിത ചാലകം അവത്തേല് ബാറ്ററി കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുക. അപ്പോ അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ബാറ്ററി കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോ അവിടെ കാന്തിക മണ്ഡലം കമ്പിച്ചുരുളിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ഇതുപോലെ തുടർച്ചയായി സ്വിച്ച് ഓണും ഓഫും ചെയ്യുമ്പോൾ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം സംഭവിക്കുന്നു. സെക്കൻഡറി കോയിൽ വ്യത്യാസം മൂലം അങ്ങനെയല്ല, ഈ കാന്തിക മണ്ഡലത്തിൽ വെക്കണം ആരെ? പ്ലേസ് ദ സെക്കൻഡറി കോയിൽ, അല്ലെങ്കിൽ ഈ വ്യത്യാസം സംഭവിക്കുന്ന കാന്തിക മണ്ഡലത്തിൽ സെക്കൻഡറി കോയിലിനെ വെക്കണം. ഓക്കെ, അപ്പൊ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വ്യത്യാസം സംഭവിക്കുമ്പോൾ ഒരു സെക്കൻഡറി കോയിൽ വെച്ചിട്ട് വൈദ്യുത കാന്തിക പ്രേരണ വഴി വൈദ്യുത കാന്തിക പ്രേരണം ഉണ്ടാവും. എന്തുണ്ടാവും?
ഒരു ഇൻഡ്യൂസ്ഡ് ഒരു പ്രേരിത വൈദ്യുതകാന്തിക പ്രേരണം പോലെ ഒരു പ്രേരിത EMF ഉണ്ടാവുന്നു. അപ്പൊ ഒരു ബൾബ് കണക്ട് ചെയ്യുവാണെങ്കിൽ അത് പ്രകാശിക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായോ? ആ കാര്യം ഇങ്ങനെ അങ്ങ് അറിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളുടേതായ സെന്റൻസിൽ അതങ്ങ് എഴുതിയാൽ മതി. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ DC ആകുമ്പോൾ മാത്രം ബാറ്ററി ഓണും ഓഫും ആക്കിയാൽ മതി. AC ആകുമ്പം ഒന്നിടവിട്ട് പോസിറ്റീവും നെഗറ്റീവും ഹാഫുകളാണ് വരുന്നത്. അപ്പം ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിനും കണ്ടിന്യൂസ് ആയിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. DC ആണെങ്കിൽ മാത്രം കണ്ടിന്യൂസ്ലി ഓണും ഓഫും ആക്കിയാൽ മതി. AC ആണെങ്കിൽ ഓൺ ആക്കിയാൽ മതി, എപ്പോഴും ഓണും ഓഫും ഒന്നും ആക്കണ്ട. ഓക്കെ. ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പം കൺസിഡർ എ സോഫ്റ്റ് അയൺ കോർ, then insulated copper wires around 500 turns wound around this soft iron core, then connect a battery and switch into the primary coil. When we continuously switch on and switch off, the magnetic field or magnetic flux of the primary coil is varied. Place a secondary coil within this magnetic flux, then an induced EMF formed in the secondary coil and the bulb in the secondary coils will be blown. ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും 2 കമ്പിച്ചുരുളുകൾ വേണം. ആദ്യത്തെ പ്രൈമറി കോയിലാണ് നമ്മൾ ബാറ്ററിയും സ്വിച്ചും കൊടുത്ത് കറണ്ട് ഉണ്ടാക്കി മാഗ്നറ്റിക് ഫീൽഡിന് വ്യതിയാനം ഉണ്ടാക്കുന്നത്. ആ വ്യത്യാസമുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിൽ സെക്കൻഡറി കോയിലിൽ വെക്കുമ്പം ആ സെക്കൻഡറി കോയിലിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യതിയാനം വഴി വൈദ്യുതകാന്തിക പ്രേരണം വഴി ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും, ഒരു പ്രേരിത EMF ഉണ്ടാവും. ആ പ്രേരിത EMF മൂലം സെക്കൻഡറി കോയിലിരിക്കുന്ന ബൾബാണ് തെളിയുന്നത്. ഇങ്ങനെ ഒരു കോയിലിൽ കറണ്ട് അപ്ലൈ ചെയ്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസമുണ്ടാക്കി രണ്ടാമത്തെ കോയിലിലെ ബൾബ് പ്രകാശിപ്പിക്കുന്ന ഈ പ്രതിഭാസം, ദിസ് ഫിനോമിന, ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതാണ് ആ പേജ് നമ്പർ 55 ആ കോളത്തിൽ പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷന് ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് ഈ കാര്യം എഴുതാം. അതൊന്ന് വായിച്ചേ. ലാസ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 55. When an AC passes through പ്രൈമറിയിലൂടെ AC കടത്തിവിട്ടാൽ ACയുടെ ദിശ മാറുന്നതിനനുസരിച്ച് പച്ചിരുമ്പ് കോറിന് ചുറ്റും തുടർച്ചയായി മാറ്റം സംഭവിക്കുന്ന കാന്തിക മണ്ഡലം ഉണ്ടെന്നു. മാറുന്ന ഈ കാന്തിക മണ്ഡലത്തിലാണ് സെക്കൻഡറി കോയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ചുരുളിൽ വെച്ച് ഒരു കാന്തം തുടർച്ചയായി ഫലിപ്പിക്കുന്നതിന് സമാനമാണ്. അതായത് കണ്ടിന്യൂസ്ലി മാഗ്നറ്റിക് ഫീൽഡിനല്ലേ ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. തന്മൂലം സെക്കൻഡറിയിൽ ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുകയും അതിൽ EMF പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നോക്കിയാൽ AC ഉപയോഗിച്ച് അതിന്റെ ഗുണം എന്നാണ്? സ്വിച്ച് ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഒന്നിടവിട്ട് തന്നെയാണ് ACയുടെ പ്രത്യേകത. ആ ACയുടെ ദിശ ഒന്നിടവിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവിടെ AC കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി കോയിലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡും തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിലാണ് സെക്കൻഡറി കോയിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ സെക്കൻഡറി കോയിലെ ബൾബ് തെളിയുകയും അത് തുടർച്ചയായിട്ട് തെളിഞ്ഞു തന്നെ കിടക്കുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി സംശയമൊന്നുമില്ലല്ലോ. ട്രാൻസ്ഫോമർ. നമുക്കറിയാം, നമ്മളിപ്പോൾ കുറവിലങ്ങാട് അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ ട്രാൻസ്ഫോമർ കാണാറുണ്ട് അല്ലേ? പേജ് നമ്പർ 56 കണ്ടോ? നമുക്കിപ്പം ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്, ഇപ്പൊ നിങ്ങൾ 11 kV എന്നൊക്കെ കേട്ടിട്ടില്ലേ? 11 kV നമ്മൾ ഈ വലിയ പോസ്റ്റിൽ നിന്ന് കറണ്ട് വലിയ പോസ്റ്റുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്ന കറണ്ടിന്റെ അളവാണ് 11 kV അല്ലെ 11 കിലോവാട്ട്. വാട്ട് പവറിന്റെ യൂണിറ്റ് കേട്ടോ, പറഞ്ഞുതരാം, കിലോ വാട്ട്. ഇതിന് നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക്
ആവശ്യം എന്ന് പറയുമ്പം നമുക്കറിയാം 230 വോൾട്ട് അല്ലെങ്കിൽ അത്രയും കറണ്ടിന്റെ ആവശ്യമില്ല. അതിന് നമ്മൾ വീണ്ടും വോൾട്ടേജിന്റെ അളവ് കുറച്ചു കൊണ്ടുവരും. ഞാൻ പവറിൽ പറഞ്ഞതേ ഉള്ളൂ. അതായത് കൂടിയ ഒരു വോൾട്ടേജ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ആ വോൾട്ടേജിനെ കുറച്ചിട്ട് മതി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്നാ ചെയ്യണം? ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹൈ വോൾട്ടേജ്, ആ വോൾട്ടേജിനെ നമുക്ക് കുറച്ചൊരു ലോ വോൾട്ടേജ് ആക്കി മാറ്റാം. ചില അവസരത്തിൽ എന്ത് ചെയ്യും? തിരിച്ചു ചെയ്യേണ്ടി വരും. എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഉപകരണം ചെറിയ വോൾട്ടേജ് പ്രവർത്തിക്കുന്നതല്ല. അപ്പം ചെറിയൊരു വോൾട്ടേജ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ലോ വോൾട്ടേജ് സോഴ്സ് ആണ് എൻ്റെ കയ്യിലുള്ളെങ്കിൽ, അതിനെ എനിക്ക് ഒരു ഹൈ വോൾട്ടേജ് ആക്കി മാറ്റാം. ഇങ്ങനെ വോൾട്ടേജിന് വ്യത്യാസം വരുത്താൻ, വലിയ വോൾട്ടേജിനെ ചെറുതാക്കാൻ പറ്റും, ചെറിയ വോൾട്ടേജിനെ വലുതാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പവറിന് വ്യത്യാസമൊന്നും വരരുത്. പവറിന്റെ ഇക്വേഷൻ V × I. കറണ്ട് മാറരുത്, വോൾട്ടേജ് മാറാം. അങ്ങനെ പവറിന് വ്യത്യാസം വരാതെ ഒരു കറണ്ട് സോഴ്സിന്റെ വോൾട്ടേജ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇവിടെ തന്നെ ഇത് നമ്മൾ ഹൈ വോൾട്ടേജിനെ ലോ ആക്കി മാറ്റി, വലുതിനെ ചെറുതാക്കി. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ചെറിയ വോൾട്ടേജിനെ ഞാൻ കൂട്ടി വലുതാക്കി, അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ്. ഒരു സ്റ്റെപ്പോടെ കൂട്ടി, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പം ആദ്യം നമ്മൾ എന്നാ പഠിച്ചു? ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ്. അല്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും? ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പവർ. പവറിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ വോൾട്ടേജ് ഇൻക്രീസ് അല്ലെ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഇത് പ്രവർത്തിക്കുന്നത് അല്ലെ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ് ട്രാൻസ്ഫോമർ. അതും കൂടെ അറിഞ്ഞു. ഇനി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള വ്യത്യാസം. ചെറുതിനെ വലുതാക്കണം, അതാണ് സ്റ്റെപ്പ് അപ്പ്. പിന്നെ സ്റ്റെപ്പ് ഡൗൺ, വലുതിനെ ചെറുതാക്കണം. അപ്പൊ ഇത് രണ്ടും പച്ചിരുമ്പ് കോറുകളാണ്. ഇതിൽ എന്നാണ് വ്യത്യാസം എന്നാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പം ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ പ്രൈമറി കോയിലാണ്. ഇത് 1, 2, 3, ഒരു 3 മതി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സെക്കൻഡറി കോയിൽ. ഞാൻ വരച്ച പടത്തിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ വ്യക്തമല്ലേ? കമ്പിച്ചുരുളിന്റെ എണ്ണ എവിടെയാണ് കൂടുതൽ? ഇതിനെ ഞാൻ പ്രൈമറി എന്ന് വിളിച്ചു. ഈ വശത്തിനെ പ്രൈമറി കോയിൽ. ഇതിനെ ഞാൻ സെക്കൻഡറി എന്ന് വിളിച്ചു. അപ്പൊ ഇതാണ് കാര്യം സംഭവിച്ചത്. പ്രൈമറി ചുരുളിനേക്കാൾ കമ്പിച്ചുരുളിന്റെ എണ്ണം സെക്കൻഡറിയിൽ കൂടുതലായിരിക്കണം. പക്ഷെ വണ്ണം എങ്ങനെയാണ്? കുറവാണ്. നാരോ വയറുകൾ ധാരാളം എണ്ണം ചുറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് ഈ വശത്ത് കിട്ടും. അതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. സോ ദിസ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പൊ ഇത് സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിനകത്ത് എങ്ങനെയായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? വലിയ ഒരു കറണ്ടിന് നമുക്ക് ചെറുതാക്കി മാറ്റാം. ഇപ്പൊ കമ്പിച്ചുരുളിന്റെ എണ്ണ എവിടെയാ കൂടുതൽ?
ഇവിടെ കൂടുതലായി. പ്രൈമറിയിൽ കമ്പിച്ചുരുളിന്റെ എണ്ണം കൂടുതലായിരിക്കും, നേർത്ത കമ്പികളായിരിക്കും. സെക്കൻഡറിയിൽ എങ്ങനെയായിരിക്കും? കമ്പിച്ചുരുളിന്റെ എണ്ണം കുറവായിരിക്കും, വളരെ തിക്കായ കമ്പികളായിരിക്കും. അപ്പൊ എന്നാ പറ്റും? ഇവിടെ കിട്ടുന്ന വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും ഇവിടുത്തെ കോഡ്. ഇനി ഇതിനെല്ലാം എങ്ങനെ എഴുതുന്നത്? പ്രൈമറിക്ക് വോൾട്ടേജിന് വി പി, സെക്കൻഡറിയിലെയോ വി എസ്. ഇവിടെയും പ്രൈമറി ഈ വശം തന്നെ, അപ്പൊ വി പ്രൈമറി, ഇത് വി സെക്കൻഡറി. ഇത് തമ്മിൽ ഞാനൊരു കോളം കൊണ്ട് വേർതിരിച്ച് വരയ്ക്കാം, നമുക്ക് കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടെ ഏതായിരിക്കും കൂടുതൽ വോൾട്ടേജ്, ഇതാണോ ഇതാണോ? സെക്കൻഡറി കൂടുതലാക്കി അല്ലെ, സ്റ്റെപ്പ് അപ്പ്. അപ്പം വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി, പ്രൈമറിയേക്കാൾ കൂടിയ വോൾട്ടേജ് ഉണ്ട്. ഇവിടെ തിരിഞ്ഞാണ്, സെക്കൻഡറിയിൽ കുറവാണ്, പ്രൈമറിയിലാണ് കൂടുതൽ. അപ്പം വി എസ് ലെസ് ദാൻ 2Vp. This is actually step up transformer and step up transformer. ഇനി കമ്പിച്ചുരുളിന്റെ എണ്ണവും വോൾട്ടേജും തമ്മിൽ നമുക്ക് റിലേഷൻ വേണം. അപ്പം നമ്മൾ ഇതാണ് പറയുന്നത്, ഇപ്പം വി പി പ്രൈമറിലെ ഈ വോൾട്ടേജ്, ഇപ്പൊ ഇതിനകത്ത് എനിക്കറിയാം വി പി ആണ് ഇവിടെ. ഇപ്പം 1, 2, 3 എണ്ണം, അതിനെ ഞാൻ പ്രൈമറിയിലെ എണ്ണം എൻ പ്രൈമറി എഴുതും. ഇവിടെ ഞാൻ എഴുതാം ഈ സെക്കൻഡറി പോലെ തന്നെ എൻ സെക്കൻഡറി എഴുതും. ഈ വശം പ്രൈമറി ആണ്, വി പി പോലെ തന്നെ വി സെക്കൻഡറി എഴുതാം. ഇവിടെ വി പി പോലെ തന്നെ എൻ പ്രൈമറി എഴുതാം. ഇവിടെ വി എസ് പോലെ തന്നെ എൻ സെക്കൻഡറി എഴുതാം. ഒന്നുമില്ല, പ്രൈമറിയുടെ അവിടെ നമ്പർ ഓഫ് കോയിൽ എൻ പ്രൈമറി, ഇവിടെ നമ്പർ ഓഫ് കോയിൽ സെക്കൻഡറി, ഇവിടെ നമ്പർ ഓഫ് കോയിൽ പ്രൈമറി, ഇവിടെ നമ്പർ ഓഫ് കോയിൽ സെക്കൻഡറി, ഇങ്ങനെ എടുക്കും. എങ്കില് ഈ എപ്സിലോൺ ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF, നമുക്ക് ഉണ്ടാകുന്ന EMFന്റെ വാല്യൂ എപ്സിലോൺ ആണെന്ന് ഇരിക്കട്ടെ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി രണ്ടാമത്തെ കോയിലിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്ന എപ്സിലോൺ ആണെങ്കിൽ വി പ്രൈമറി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോയിൽ ഇൻ പ്രൈമറി ഇൻറ്റു എപ്സിലോൺ ആയിരിക്കും. അപ്പൊ വി സെക്കൻഡറി എന്നായിരിക്കും? നമ്പർ ഓഫ് കോയിൽ ഇൻ സെക്കൻഡറി ഇൻറ്റു എപ്സിലോൺ ആയിരിക്കും. ഇനി ഔട്ട്പുട്ടിൽ കിട്ടുന്നത് സെക്കൻഡറി അല്ലേ? സെക്കൻഡറി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വശം. അപ്പം ഇതിനെ ഞാൻ ചുമ്മാ ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിനെ ഞാൻ ചുമ്മാ ഇക്വേഷൻ നമ്പർ 1 എന്നും എഴുതി. ഔട്ട്പുട്ടിൽ കിട്ടിയ സെക്കൻഡറിനെ വി എസിനെ വി പി കൊണ്ട് ഞാൻ ഹരിക്കാൻ പോവാം. ഇക്വേഷൻ നമ്പർ 2 ഞാൻ 1 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു എപ്സിലോൺ എന്ന് എഴുതും. രണ്ട് വശം എപ്സിലോൺ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. സോ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അപ്പൊ ഇവിടെ വി എസ് എന്ന് പറഞ്ഞാലാണ് സെക്കൻഡറിയിലെ വോൾട്ടേജ്, വി പി എന്നാണ് പ്രൈമറിയിലെ വോൾട്ടേജ്, എൻ എസ് എന്നാണ് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, എൻ ബി എന്നാണ് പ്രൈമറിയിലെ നമ്പർ ഓഫ്. അപ്പൊ ഏതെങ്കിലും ക്വാണ്ടിറ്റികൾ തന്നാൽ അറിയത്തില്ലാത്ത ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന, പ്രോബ്ലം ചെയ്യാനും ചോദിക്കുന്ന ഈ ഭാഗത്തെ ഇക്വേഷനാണിത്. വി എസ് വൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ. ഇത്രയും കാര്യങ്ങൾ അറിയണം. ട്രാൻസ്ഫോമർ ദാറ്റ് ഈസ് ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ, രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് കൂട്ടും, സെക്കൻഡറിയിൽ കമ്പിച്ചുരുളിന്റെ എണ്ണം കൂടുതലായിരിക്കും, അതിന്റെ വണ്ണം കുറവായിരിക്കും, അല്ലെ തിൻ വയറായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിലാണ് എണ്ണം കുറവ്, പക്ഷെ വണ്ണമുള്ള കമ്പികളായിരിക്കും ഉപയോഗിക്കുന്നത്. റിലേഷൻ ഇതാണ്, വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആ ടേബിളിലെ ഓരോ വി എസും വി പി എൻ എസ് എൻ പിയിൽ ഓരോ വാല്യൂ ഒഴികെ ബാക്കിയെല്ലാം തരും.
ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പേജ് നമ്പർ 57 കിടക്കുന്ന ആ ടേബിൾ നമുക്ക് പൂർത്തിയാക്കും. നമുക്ക് പിന്നെ നോക്കാം. പ്രോബ്ലം അവിടെ നിൽക്കട്ടെ. ഇവിടം വരെയും മനസ്സിലായാലും ഈ സാധനം ഒന്ന് എഴുതിയെടുത്ത് റെഡിയാക്കിക്കേ. ട്രാൻസ്ഫോമർ ഇപ്പൊ ഡെഫിനിഷൻ ഇതാണ്. മ്യൂച്വൽ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോമർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഇതിന് ഉപയോഗിക്കുന്നു ഇറ്റ് യൂസ്ഡ് ടു ഇൻക്രീസിങ് or decrease an AC voltage without changing its electric power. അതിന്റെ ഇലക്ട്രിക് പവറിന് വ്യത്യാസം ഉണ്ടാകാതെ ഒരു AC വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അത് പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലമാണ്. രണ്ടെണ്ണം ഉണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. ഔട്ട്പുട്ടില് വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ. എപ്സിലോൺ ആണ് ഇൻഡ്യൂസ്ഡ് EMF എങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിനെ നമ്പർ ഓഫ് ടേൺ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. വി പ്രൈമറി ഈക്വൽ ടു എൻ പ്രൈമറി ഇൻറ്റു എപ്സിലോൺ, വി സെക്കൻഡറി ഈക്വൽ ടു എൻ സെക്കൻഡറി ഇൻറ്റു എപ്സിലോൺ. രണ്ട് ഇക്വേഷൻ തന്മി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ VS. ചുമ്മാ അത് ഓർത്ത് എസ് മോളി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞാലും ഇക്വേഷൻ ശരി തന്നെ. ടേം ഒന്നും തന്നെ VS ആ വശത്ത് തന്നെ V വരും. VS by VP equal to NS by NP. ക്ലിയർ അല്ലേ? അലീന പറഞ്ഞേ.